ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2 മണിയായി കേട്ടോ. നല്ല വെയിലാണ്. രാവിലെ മഴയൊക്കെ പെയ്തായിരുന്നു. ഞങ്ങളുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവമാണ്. ഇന്ന് 5ാമത്തെ ഉത്സവമാണ്. അപ്പം അമ്മയ്ക്ക് തിരുവാതിരകളി കാണാൻ എന്നോട് പറഞ്ഞു. 2:30 തുടങ്ങുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഓരോരോ ഗ്രൂപ്പിൻ്റെ തിരുവാതിരകളിയുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോവാണ് ഉച്ചയ്ക്ക് 2:30. നല്ല വെയിലാകട്ടോ. അവിടെ വന്ന് ഇരിക്കാൻ പറ്റുമോ, എത്ര നേരം ഇരിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഒരു ഡാൻസ് എല്ലാം കാണാമെന്ന് വെച്ചാണ് പോകുന്നത്. സ്പേസ് ഒന്നും കാണത്തില്ല ഇരിക്കാനൊന്നും, കാരണം ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ നമ്മളിപ്പോൾ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നോക്കാം അവിടെ പോയിട്ട് സ്ഥലം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഞാൻ റെഡി ആയിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു കുർത്തി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കോട്ടയത്ത് നിന്ന് ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മൾ എന്താ പറയുന്നത്, ലൈനിങ് ഒക്കെ വെച്ച് തയ്പ്പിച്ചൊരു കുർത്തിയാണ്. ജസ്റ്റ് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് തയ്പ്പിച്ചാണ്. ചൂടത്ത് ബ്ലാക്ക് ഇടലെന്ന് പറയും, പക്ഷേ എനിക്കിപ്പോൾ ഫുൾ സ്ലീവ് ഇടാനാണ് ഇഷ്ടം കേട്ടോ. എപ്പോഴും ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും ഫുൾ സ്ലീവ്, ഇപ്പം അങ്ങ് ഫുൾ സ്ലീവ് ആക്കി ഡ്രസ്സ് ഫുള്ള്. വെളിയിലൊക്കെ പോകുമ്പോൾ, വീട്ടിലല്ല വെളിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫുൾ സ്ലീവ് ഇട്ട് പോകാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിടാന്ന്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. അപ്പം അങ്ങനെ നമ്മൾ റെഡിയായി. ഞാൻ ജസ്റ്റ് ഒരു സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ലിപ് ബാമും. അങ്ങനെ അമ്പലത്തിൽ പോകുമ്പം ഒരുപാട് ഒരുങ്ങി പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിലും ഒരുങ്ങി പോകുന്നതല്ല, നല്ല മാരേജോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ട് പോകുന്നതല്ലല്ലോ. നല്ല വെയിലാണ്ട് നല്ല സൺസ്ക്രീൻ നല്ലോണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് കണ്ണെഴുതണം, ഐബ്രോ ഒന്ന് സെറ്റാക്കണം, അത്രേ ഉള്ളൂ. ഉത്സവം വരുമ്പോഴാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങനെ ഇറങ്ങാറില്ല. കാരണം എനിക്ക് വെയിൽ കൊണ്ട് അപ്പം മൈഗ്രെയിൻ വരും. മൈഗ്രെയിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുണ്ട്. പക്ഷേ ഉത്സവം ആകുമ്പം നമ്മൾ മൈഗ്രെയിൻ ഒന്നും നോക്കത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ഉത്സവമല്ലേ. അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പോയി അറ്റൻഡ് ചെയ്യും. പിന്നെ വ്ളോഗ് എടുക്കേണ്ടതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. ഏറ്റുമാനൂരമ്പലം എന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, ഒരുപാട് പേർക്ക് വരാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസൊക്കെ ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോഗ്രാംസൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് കേട്ടോ. ഇപ്പം 2:30 തൊട്ട് 5:30 വരെ തിരുവാതിരകളേ ഉള്ളൂ, 5 മണി വരെ. പിന്നെ നട തുറക്കും. അപ്പോൾ അമ്പലത്തിൽ ഒന്ന് കയറണം, എന്നിട്ട് ഇങ്ങ് പോരും. അപ്പം റെഡി ആകട്ടെ. റെഡിയാകുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് ഒരു ഓട്ടോ വന്നു. അപ്പോൾ അമ്മ അന്നിന് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളവിടെ ഷടപടയെന്ന് പെട്ടെന്ന് വീടൊക്കെ പൂട്ടി ഓട്ടോയിൽ കയറി ഇങ്ങ് പോകുന്നു കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഏറ്റവും പിന്നെ അനുഗ്രഹം കൊണ്ട് ഓട്ടോ കിട്ടി. പെട്ടെന്ന് അമ്പലത്തിൽ ചെന്നപ്പം നല്ല തിരക്കായിരുന്നു. കാരണം ഈ പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട് അത് കാണാനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരും. അതുകൊണ്ട് അന്നേരം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സമയമുണ്ടല്ലോ, തിരുവാതിരകളി തുടങ്ങുന്ന 2:30 കഴിയും തുടങ്ങുമ്പോൾ. അപ്പോൾ ഉത്സവവേലി ഈ സമയത്താകട്ടോ. ഉത്സവവേലി തൊഴാനുള്ള ആൾക്കാരും ഉണ്ട് ആ നേരത്ത് വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ക്യൂ ഒക്കെ നോക്കിയിട്ട് ഉത്സവവേലിയും കൂടെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഇതിൽ നല്ല തിരക്കുള്ളതാണ്. എനിക്കൊന്ന് വർക്കിംഗ് ഡേ ആയിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണുന്ന ക്യൂ അന്നദാനത്തിൻ്റെ ക്യൂ ആകട്ടോ. കാരണം ദൂരെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഫുഡ് അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അവിടുന്ന് കഴിക്കാമല്ലോ. അല്ലെങ്കിലും ഏറ്റവും അമ്പലത്തിൽ അന്നദാനം ഉണ്ട്. അപ്പോൾ ഒരു ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട് അന്നദാനം. ഞാൻ ഈ നിൽക്കുന്ന ക്യൂ ആണ് ഉത്സവ ബലിയുടെ ക്യൂ. അതായത് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ്. നമുക്ക് സൈഡ് വഴി അകത്തേക്ക് കയറാം, സൈഡ് വഴിയും കയറാം, ഫ്രണ്ട് വഴിയും കയറാം. അപ്പോൾ സൈഡ് വഴിയുള്ള ക്യൂ ആയിരുന്നു കുറച്ച് കുറവുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ് ഉത്സവ ബലിയൊക്കെ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. 1 മണിക്കൂറോളം അകത്ത് നിന്നു. നല്ല ചൂടായിരുന്നു, നല്ല തിക്കും തിരക്കുമായി. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് തന്നെ. കാരണം തിക്കിലും തിരക്കിലും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉത്സവവേലി കാണാൻ പറ്റി അങ്ങനെ. പിന്നെ അവിടെ പ്രോഗ്രാംസൊക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിള്ളേരുടെ അരങ്ങേറ്റവും ഒക്കെ പയ്യെ തുടങ്ങി. അത് കഴിഞ്ഞാണ് തിരുവാതിരകളിയൊക്കെ തുടങ്ങുന്നത്. തിരുവാതിരകളിയൊക്കെ തുടങ്ങാറായി. ഓരോ ഗ്രൂപ്പിലെ
ഓരോ ആൾക്കാരാകട്ടെ നിൽക്കുന്നത് ഗ്രീൻ കളർ ബ്ലൗസും മജന്ത കളർ സെറ്റും കൊണ്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ കളറാകട്ടെ അവരൊക്കെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഉത്സവബലി കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രദക്ഷിണമുണ്ട്, അന്നേരം അതാണ് ഈ കാണുന്നത്. അതിന് ആൾക്കാർ കുറേ പേര് അങ്ങനെ പോകും. ഒത്തിരി പ്രാവശ്യമുണ്ട് പ്രദക്ഷിണം കേട്ടോ. എത്ര ടൈംസാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 7 തോന്നുന്നു. 7 പ്രാവശ്യം ഭഗവാൻ ഇങ്ങനെ ഉത്സവബലി കഴിഞ്ഞിട്ട് പ്രദക്ഷിണം വെക്കും. അപ്പോൾ നമ്മളെല്ലാവരും എണീറ്റ് നിൽക്കും കേട്ടോ. അവിടെ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കും. ഭഗവാൻ അവിടെ അങ്ങനെ പ്രദക്ഷിണം വെക്കും. അപ്പം നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആ വെയിലത്ത് അങ്ങനെ നിൽക്കുവാണെങ്കിലും അന്നേരം അതൊക്കെ മറന്നു പോകും. കാരണം ആ ടൈമിലൊക്കെ നമ്മൾ ആ അമ്പലത്തിലൊന്നും അങ്ങനെ നിൽക്കാറില്ലല്ലോ ഉച്ച സമയത്തൊന്നും. ഉത്സവം വരുമ്പോൾ ശരിക്കും ഒരു നാടിൻ്റെ തന്നെ ഒരു ഫുൾ ആൾക്കാർ അവിടെ കാണും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഏറ്റുമാനിലുള്ള ഒരു ഫുൾ അവിടെ തന്നെ കാണും കേട്ടോ, എന്ത് പ്രോഗ്രാംസ് ആണെങ്കിലും. പിന്നെ ഒരുപാട് ദൂരെ നിന്നൊക്കെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മലപ്പുറം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തിരുവാതിരകളി കളിക്കാൻ വേണ്ടി. ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ ഒത്തിരി പല പല ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല സ്റ്റൈലിലുള്ള തിരുവാതിരകളിയായിരുന്നു. പിന്നെ തിരുവാതിരകളി തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ സ്റ്റോറി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്ക് മനസ്സിലാവും ഇവരെന്തീ കളിക്കുന്നത്, സ്റ്റോറി എന്താണെന്നൊക്കെ. അവിടെ കോസ്റ്റ്യൂമും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഓരോ ഗ്രൂപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. ഭഗവാന്റെ പ്രദക്ഷിണം കേട്ടോ പിന്നെ വരുന്നത്. നമ്മളൊരു 5 മണി 5:30 വരെയൊക്കെ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ നട തുറന്ന് പിന്നെ വൈകുന്നേരത്തെ പൂജകളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ കയറിയുകൊണ്ട് പിന്നെ അകത്തേക്ക് കയറിയില്ല, കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ സൈഡിലാണ് കേട്ടോ ഇരിക്കും, നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും ആ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് സാധാരണ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം കിട്ടി അങ്ങനെ. പിന്നെ ആന എഴുന്നള്ളിപ്പ് ഉണ്ട് 5 മണിക്ക് നട തുറക്കും. അപ്പോൾ ഓരോ ആനക്കൂട്ടന്മാരൊക്കെ കുളിച്ച് റെഡിയായിട്ട് അവിടെ വന്നാൽ ഒരുങ്ങുന്നത് ആനയ്ക്ക് വെക്കാനുള്ള നെറ്റിപ്പട്ടവും ഈ വീശുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ പേര് മറന്നുപോയി. അതൊക്കെ ഓരോരോ ആനകൾ വന്ന് റെഡിയാകുന്ന ഏരിയ കേട്ടോ. ഇപ്പം ഞങ്ങളിരിക്കുന്ന അവിടെ ഇങ്ങനെ ഓരോ ആന അസംബ്ലി പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ആനയുടെ കോസ്റ്റ്യൂംസ് മൊത്തം അവർ അവിടെ റെഡിയാക്കി വെക്കും. ഈ ആനയെ കണ്ടിട്ടാണ് കേട്ടോ എല്ലാവരും എണീറ്റ് മാറുന്നത്. കാരണം അവിടെ അങ്ങനെ ഇരിക്കുന്ന റിസ്ക്കാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്, ആന എവിടെയെങ്കിലും നിൽപ്പുണ്ട്. ഞാൻ ആ ഏരിയയിലൊന്നും നിൽക്കാറില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും സേഫായിട്ടുള്ള സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. ഞാനുണ്ട് അതിൻ്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ആന കുളിച്ച് കുട്ടപ്പനായിട്ട് റെഡിയാകാൻ വരുവാണ്. കഥകളിയൊക്കെ രാത്രിയിലാണ് ഉള്ളത് കേട്ടോ. കഥകളി, ഓട്ടംതുള്ളൽ, കുച്ചിപ്പുടി, ഭരതനാട്യം, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ സെലിബ്രിറ്റീസൊക്കെ വരുന്നുണ്ട്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉത്സവത്തിന് മുമ്പ് ഏറ്റുമാനൂർ അമ്പലത്തിൽ വരണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഇട്ടേക്കാം കേട്ടോ, പ്രോഗ്രാംസിൻ്റെയൊക്കെ. അപ്പോൾ ഓരോ ആനക്കുട്ടന്മാരൊക്കെ വന്ന് റെഡിയാകാൻ തുടങ്ങുവാണ്. പുറകെ വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും. എല്ലാവരും കുളിച്ച് വഴിവരിയായിട്ട് പുറകെ വരുന്നുണ്ട്.
അത് രാത്രി വന്നാലേ കാണത്തുള്ളൂ. ആനയെല്ലാം കൂടെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ വേലകളി വരുമ്പോഴത്തേക്കും ഇല്ല, അത് 6 മണിക്ക്. ബലൂൺ വേണോടാ? ബാക്കിൽ ലൈറ്റ് ഇടുമ്പോഴാണ് ഒന്നും ഭംഗി കേട്ടോ. അല്ല ലൈറ്റ് കണ്ടോ? എന്നെ എടുക്കണ്ട, ഞാനോണ്ട് വലിയ മല കയറാൻ പോയിരിക്കും. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഓട്ടോ കിട്ടിയാൽ ഇങ്ങോട്ട് നടന്നിങ്ങി പോകുന്നു, സാധനമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഉത്സവവേലിയും തൊയ്തു, തിരുവാതിരകളിയൊക്കെ കണ്ടു, കുച്ചിപ്പുടി കണ്ടു, ഭരതനാട്യം കണ്ടു. പിന്നെ ഏറ്റുമാനൂരമ്പലത്തിലെ വരുന്ന പ്രോഗ്രാംസിലെ മെയിൻ പ്രോഗ്രാംസും ഏഴപ്പനാഴ സമയമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ സമയമൊക്കെ അറിയണമെങ്കിൽ ഏതാ ദിവസം എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഇന്ന് 5ാമത്തെ ഉത്സവം കേട്ടോ, 10 ഉത്സവമാണ് ഉള്ളത്. ഏഴപ്പനാനുള്ളത് 8ാമത്തെ ഉത്സവമല്ലേ അല്ലേ? 8ാം ഉത്സവത്തിന് ഏഴപ്പനാനുള്ളത് രാത്രി 12 മണിക്കാണ് വലിയ കാണിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ശ്വാസം മുട്ടുന്നു, തിക്കും തിരക്കുമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഉത്സവവേലിക്ക് അത് കയറിയത്, അതിനുവേണ്ടി പോയതല്ല, ചുമ്മാ പോയത്. അപ്പം കയറി തൊഴുതേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിലെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ. ടാറ്റ പറയുന്നില്ലേ? ഇല്ല, ടാറ്റ പറയടാ. ടാറ്റ പറയത്തില്ല, അപ്പോൾ കണ്ടിന്യൂഷൻ ആണെന്ന് അർത്ഥം. ശരി.